ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലോസ് ആൻഡോസിൽ നിന്ന് ഇപ്പോൾ ഈ 3D സിറ്റിയിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച വീട്. എങ്ങനെയുണ്ട് ഗൈസ് വീട്? കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു മെക്ലാറിനൊക്കെ മേടിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് കയറിപ്പോണേ ഗൈസ്? നമ്മളെന്തായാലും മെക്ലാറിൻ കാണിച്ചു തരാം. ഈ വണ്ടി അടിപൊളി വണ്ടിയാന്ന് കേട്ടോണ്ട് കേട്ടോ ഗൈസ് ഞാൻ ഇത് മേടിച്ചത്. ഇവിടെ അതാകെ 2-3 പീസായിട്ടേ ഉള്ളൂ. എന്തായാലും ഒന്നെൻ്റെ കയ്യിലോട്ടോ ഗൈസ്. നമ്മളെന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. എൻ്റെ പേര് ജാക്ക് എന്നാണ്. നമുക്ക് എന്തായാലും ഇവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം, ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ. ജാക്കേ, എനിക്ക് വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യണം, നല്ലൊരു സ്ഥലം ഉണ്ടോ? നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടല്ലേ, ആ ഗേറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് തന്നെ നേരെ പോയ ഒരു ഓറഞ്ച് ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിലാണ്, അതൊരു വർക്ക്ഷോപ്പാണ്, അടിപൊളി വർക്ക്ഷോപ്പാണ്. അത് നമ്മുടെ വണ്ടിയൊക്കെ സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്ത് തരും ആ ചേട്ടൻ. ചന്ദ്രൻ ചേട്ടൻ എന്നാ പേര്. എടാ നീ എന്തുവാടെ ഈ കാണിക്കുന്നേ? അല്ല, വെറുതെ ഒരു സുഖം. ഒരു കാര്യം ഇവിടെ കിടക്ക്. അയ്യോ എന്താണ്? എൻ്റെ കയ്യും. അവിടെ നിന്ന് എണീച്ചോ, ഞാൻ എന്തായാലും പോട്ടെ. നിനക്ക് പറഞ്ഞു തന്നെ എന്നെ വേണം തല്ലിയോ ഞാൻ? ഒന്ന് പോടേ അവിടുന്ന്. ഗൈസ് നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ വീട്ടിലത്തെ ഗേറ്റ് കഴിഞ്ഞാൽ നേരെ റൈറ്റ്. അപ്പോൾ ഒരു ഓറഞ്ച് ബിൽഡിങ് ഗൈസ് തൊട്ടടുത്തുണ്ടായിട്ട് ആ പൊട്ടനോട് ചോദിക്കേണ്ട അവസ്ഥ ചെയ്യുന്നത്. ഗൈസ് ഇത് നോക്ക്, എങ്ങനെയുണ്ട് നമ്മുടെ മെക്ലാറിൻ മോഡിഫൈ ചെയ്തപ്പോൾ? സൂപ്പറായില്ലേ? എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ, അടിപൊളിയായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. പിന്നെ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ നാട്ടുകാരെ അടുത്ത് പട്ടിഷോ ഇറക്കാം ഗൈസ്. അയ്യോ ഗൈസ്, ഇതിൻ്റെ ബ്രേക്കിൽ അയ്യോ ഗൈസ്, എൻ്റെ വണ്ടി നിർത്തടാ വണ്ടി. സാറേ അത് സോറി സാറേ, കണ്ടില്ല. താനെന്താടാ കണ്ണ് കാണാത്ത ആളാണോ? സാർ അത് വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, ബാക്കിലും നമ്പർ പ്ലേറ്റ് ഇല്ല, വൈപ്പറില്ല. ഇതിനൊക്കെ കൂടിയിട്ട് 500. അപ്പോൾ 300, 1500 രൂപ. പിന്നെ വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലേ, അതിനൊരു 2000 അടയ്ക്കുക. അലോയ്സ് മാറ്റിയില്ലേ, അതിനും ഒരു 1000 അടക്കുക. പിന്നെ വീലും മോഡിഫൈ ചെയ്തില്ല, അതിനൊരു 500 രൂപ. എല്ലാം കൂട്ടി 5000 രൂപ ഇങ്ങോട്ട് അടക്കുക. അയ്യോ സാറേ എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനതിന് ഇതിവിടെ പുതിയതല്ലേ. നീ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും പറഞ്ഞത് ചെയ്യാ. സാറേ ഞാനിനി ഇങ്ങനെ ഒരിക്കലും ചെയ്യൂല സാറേ, പ്ലീസ് സാറേ ക്ഷമിച്ചോണ്ട. ഞാൻ ഈ വണ്ടി കൊണ്ടുപോവുക ഗൈസ്. സാറ് നമ്മുടെ വണ്ടി തൂക്കിയെടുത്തോണ്ടായി ഗൈസ്. ഇനി പട്ടി മോങ്ങണ പോലെ മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ സാറ് നിൽക്കണ. സാറേ ഈ മെക്ലാറിൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതിൻ്റെ ഫൈൻ അടക്കാൻ വേണ്ടി. ഈ മെക്ലാറിൻ വണ്ടിയുടെ ഫൈൻ അടക്കാൻ വേണ്ടി വന്നാലേ തൻ്റെ വണ്ടിയാണോടോ ഇത്? അതെ സാർ, എൻ്റെ വണ്ടി തന്നെയാണ്. സൂണം സാറ് പറഞ്ഞായിരുന്നു. എൻ്റെ പേര് രമണൻ, എന്തായാലും ഒരു 500 രൂപ അടച്ചേക്ക്. 500 രൂപ അടച്ചേക്കെന്ന് സാറ് പറഞ്ഞായിരുന്നു. ഗായ്സ് നമ്മളത്തെ സാറ് പറഞ്ഞത് 5000 രൂപ അടക്കാനല്ലേ? ഇയാളിപ്പോൾ പറയുന്നു 500 രൂപ അടക്കാൻ. ഇയാളൊരു പൊട്ടനാന്നാ തോന്നുന്നത് ഗായ്സ്. പൊട്ടനായിരുന്നു ഞാൻ. ആരടാ നീയാ? അല്ല സാറേ, ഞാൻ ഒരു പാട്ട് പാടിയതാ. എന്തായാലും പാട്ടും കൂത്തൊക്കെ പിന്നെ നീ എന്തായാലും 500 രൂപ അടിച്ച് പൊക്കോ. ഗായ്സ് നമ്മൾ 500 രൂപ അടച്ചിട്ടുണ്ട് ഗായ്സ്. അയാൾ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് കേട്ടോ ഗായ്സ്. നമുക്ക് എന്തായാലും വേഗം വീട്ടിലോട്ട് പോവാം. പിന്നെ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്, മസ്റ്റാണ്. പിന്നെ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്ന് എഴുതിയിട്ടൊരു സംഭവം ഉണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിന് പോയി ഒന്ന് തൊട്ടാൽ മതി. അത് മാത്രം മതി, അതന്നെ ഗൈസ്. നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഗൈസ് പോലീസ് മൂഞ്ചി ഗൈസ്, എനിക്ക് മനസ്സിലായി. അയ്യോ സാറേ ഞാൻ ഇങ്ങനെ ചെയ്യൂല സാറേ. ഗൈസ് നമ്മളെന്തായാലും തോക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കോടതി കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ജയിലിൽ മൈക്കിൾ സെൽ നമ്പർ 2 അതാണോന്നറിയില്ല ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് വന്നു. സുഗുണൻ സാറേ, ഇവൻ എന്നെ പറ്റിച്ചു, ഞാനറിയാതെ 500 രൂപ എന്ന് പറഞ്ഞു പോയി. ശരിക്കും 5000 രൂപയായിരുന്നു അല്ലേ? ആടോ, ഇവനെ കൊണ്ട് താനൊരു പൊട്ടനായിപ്പോയല്ലോ. വെറുതെ അല്ല സാറേ,
ഇവനെ പോണ വഴിക്ക് പൊട്ടാനായിരുന്നു ഞാൻ എന്ന് പാടിയിരുന്നു. അത് പിന്നെ ആരായാലും പാടും, താനല്ലേ. എന്തായാലും ഇവനെൻ്റെ കൈ കിട്ടി. അതിന് ഞാൻ സാറിൻ്റെ കയ്യിലല്ലേ ഇരിയാണ്. മിണ്ടാതിരിക്കണം അവിടെ. നീ ഇനി ഇവിടുന്ന് ഇറങ്ങൂല, അതിന് ഞാൻ വിചാരിക്കണം. ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.